ജീവിക്കേണ്ട ആവശ്യമില്ല മച്ചാനെ. എനിക്കിതിന്റെ ഈ ജീവിതം യൂസ് ചെയ്ത് ബ്രോയുടെ കൂട്ടുകാരോട് അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു. മണവാള വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലല്ല ഞാൻ പറഞ്ഞ സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ശരി ശരി, കട്ട് ചെയ്യ്. ഓരോ വേണ്ട ഗൈസ്, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ പുറത്ത് എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. ഇവരുടെ എം സ്കോഡോ മറ്റേ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണേ ചെയ്തോട്ടെ. എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല. ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എന്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ചിവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണം എന്ന് ഞാൻ പറയത്തില്ല, ഇവൻ കാരണം 2 പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ സീൻസാ. മനസ്സിലായോ? ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഗൈസ്. ഇന്ന് ഇവിടെ 23,000 പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതെന്റെ വ്യൂവേഴ്സ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് ഈ വ്യൂവർഷിപ്പ് വേണ്ട, എനിക്ക് വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ 4 മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു. 4 മണി വരെ ലൈവില് എനിക്ക് ആ സമയത്ത് ലൈവിൽ കാണാൻ ഒരു 2,000-3,000 പേരുണ്ടായിരുന്നു. അതാണ് എന്റെ ഓഡിയൻസ്. മനസ്സിലായി? എനിക്ക് അത് മതി. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആള് കൂടുമ്പോൾ പൈസ ഒക്കെ കിട്ടും. പക്ഷെ എനിക്ക് ഇതില് പൈസയ്ക്ക് സമാധാനമുള്ള ഒരു പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതല്ല ഇത്. അതുകൊണ്ട് എനിക്ക് ഡെയിലി ഇതിടാൻ വയ്യ. അവിടുന്ന് എന്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്, അവന്മാരുടെ വീട് തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എന്റെ വീട് വരെ വരാൻ മിനിമം ഒരു 7 to 8 hours ഡ്രൈവ് ഉണ്ടാവും. അവര് ഉച്ച തൊട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ അവിടെ ഇൻകം ടാക്സ് ഓഫീസിലായതുകൊണ്ട് എനിക്ക് വരാൻ ഞാൻ നല്ല ലേറ്റായി. ഞാൻ ഇവിടെ വന്ന് ഇവരെ ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നതുകൊണ്ട് ഇത്രയും സമയം അതിൽ ലേറ്റ് ആയതിൽ എന്റെ ഭാഗത്തൊരിതുണ്ട്. അപ്പൊ അത്രയും ദൂരം എന്നെ കാണാൻ വന്ന ഒരാൾക്കാരെന്നുള്ള രീതിയിൽ എനിക്കിത് പറയണം. ഇത് ആഗോള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കൊന്നും അല്ല. മനസ്സിലായ? ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്കിത് കാണുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് ഇങ്ങനത്തെ വലിയ നമ്മളെ മാത്രം പൊക്കിയടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല.